ഹലോ ഗൈസ്, കവിരിശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നവീനെ അവിടുന്ന് കണ്ട് നവീൻ സന്യസിക്കുവാന്ന് വിശ്വസിച്ച് ഗൗരീശങ്കറും പോവാണ് കേട്ടോ. അവർ പരസ്പരം വരുന്നുണ്ട്, എന്തായാലും വന്നത് നന്നായി, ആ സംശയം അങ്ങ് മാറിക്കിട്ടിയല്ലോ എന്ന്. മോളിൽ ചെന്ന് നവീനാണെങ്കിൽ കോസ്റ്റ്യൂം എല്ലാം മാറി ഇതിൻ്റെ കോസ്റ്റ്യൂമിൽ നിന്നിട്ട് അവരെങ്ങനെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഇവർ പോകുന്നു നോക്കി. പിന്നെ കാണിക്കുന്ന രാധാമണി തങ്കച്ചി കമല കൊടുത്ത മരുന്ന് കഴിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ അടുക്കളയിൽ. അതുകൊണ്ട് വേലക്കാരി വന്ന് ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ പ്രാന്തി അവളവിടെ ഉണ്ടോ എന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കമലക്കുഞ്ഞിനെ പറ്റിയാണ് പറയുന്നത്. ഓ, അവളെപ്പറ്റി തന്നെ എന്ന് പറയും അവൾ എനിക്ക് തന്നെ എന്തോ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഇത് കേട്ടോണ്ട് കമല അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് പറയാമോ, അമ്മ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാധാമണി തങ്കച്ചി ചോദിച്ചിട്ടുണ്ടോ, ആ കഴിച്ചു മോളെ എന്ന് പറയും. അത് കഴിയുമ്പോൾ ചോദിക്കും, അമ്മ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പുള്ളിക്കാരി കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുത്താലോ എന്ന് പേടിച്ച് പുള്ളിക്കാരി പറയും, ആദ്യം കഴിച്ചു മോളെ എന്ന് പറയുമ്പോൾ പറയും, അമ്മ കറക്റ്റായിട്ട് മരുന്നൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ മനസ്സിൻ്റെ കാര്യം അമ്മയുടെ പിടിവിട്ട് പോകുമെന്നൊക്കെ പറയണം കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രാധാമണി തങ്കച്ചി മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ പൊന്നു ദൈവം, ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണോ എന്ന്. ആ സമയത്ത് പുള്ളിക്കാരി അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ വേലക്കാരി അവിയലുണ്ടാക്കുക. അപ്പോൾ പുള്ളിക്കാരോട് ചോദിക്കും, ഇതിനകത്ത് മീൻ എവിടെ ഇടിയെന്ന് ചോദിക്കുമ്പോൾ പറയും, മീനോ, അവിയലിന് എവിടെയാണ് മീൻ എന്ന് പറയുമ്പോൾ ഒറ്റ അടി കൊടുക്കുവാണ് കേട്ടോ. പിന്നെ മീനവിയലിന് മീനില്ലാതെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്ന പ്രൊഫസറിൻ്റെ വീടാണ് കേട്ടോ. ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വേണി എല്ലാ വിശേഷങ്ങളും വീട്ടുകാരോട് പറയുവാണ് കേട്ടോ. ആ സമയത്തൊക്കെ ആദർശ് അവിടെ ഇരുന്ന് എന്തോ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദർശ് ഇവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എത്ര നാളുകൊണ്ട് ഇനി മോൻ എഴുന്നേറ്റ് നടക്കുന്ന മോളെ പറഞ്ഞ് വേണിയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരു മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് പറയുന്നത് മുത്തശ്ശി, വേറെ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ ഉറപ്പായിട്ടും അത് വാക്ക് തന്നിട്ടുണ്ട്, എല്ലാ ക്രെഡിറ്റും എനിക്കാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അതങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും ആണെന്ന് പറയും കേട്ടോ. എന്നിട്ട് അല്ലേ ആദർശ് ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് വേണി ഒരു തട്ട് കൊടുക്കും കേട്ടോ. ആദർശാണ് എന്തായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നേരം ആയല്ലോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ നന്ദിനിയമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്തെങ്കിലും ക്ഷീണമുണ്ടോ, കുടിക്കാൻ കരിക്ക് എന്തെങ്കിലും മേടിപ്പിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മേ, കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം കിടന്നാൽ മതി, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയാമെന്നാൽ മക്കൾ കിടന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോവും. നന്ദിനിയമ്മ അങ്ങോട്ട് പോകുമ്പം വേണി പറയും, ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനം മുത്തശ്ശിയുടെ മരുന്ന് വണ്ടിയിരിക്കും, ഞാനത് എടുത്തിട്ട് വരാം എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ആരതി അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ, ഫോണിലിങ്ങനെ മിഥുൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ആദർശ് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിലോട്ട് പോകാൻ നേരത്ത് ഈ ഫോട്ടോ ഇങ്ങനെ കണ്ട് ഫോൺ മേടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആരതി പറയും, ഏട്ടാ ഞാൻ വെറുതെ ചുമ്മാ ഇരുന്നപ്പം നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ഈ ഫോട്ടോ ഇങ്ങനെ നോക്കിയുമ്പം കൈ കിടക്കുന്ന ബ്രേസ്ലെറ്റ് പിന്നെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മോളെ എത്ര നാളായിട്ടും ഇതിൻ്റെ കയ്യിൽ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടെന്ന് ചോദിക്കും. പറയും, കുറേ നാളായിട്ടുണ്ട് ഏട്ടാന്ന് പറയും. അപ്പോഴേക്കും ആദർശം ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോവാണ് കേട്ടോ, ഫോൺ തിരിച്ചു കൊടുത്തിട്ട്. പിന്നെ കാണിക്കുന്നത് അജിത്ത് ശങ്കറിനെ വിളിക്കുന്നതാണ് വിഷ്ണുവിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഗൗരിയാണ് ഫോൺ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഗൗരി എടുക്കുന്നതെന്ന് അറിയാണ്ട് അജിത്ത് പറയുന്നുണ്ട്, ആ ചെറുക്കൻ ഇവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല, ശങ്കർഭായ് എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, ഞാൻ അജിത്തെ സംസാരിക്കുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എടുത്തിയായിരുന്നോ, ശങ്കർഭായ്ക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അജിത്ത് പറയുന്നുണ്ട്, അവനോടൊന്ന് ഭയങ്കര കരച്ചില്ല, ഇന്നൊരു ദിവസം കൊണ്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ, ജ്യോതിനെ അല്ലെങ്കിൽ അവരവിടെ നിന്ന് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ടിങ് ഒക്കെയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്ന ശങ്കർഭായ് പറയും, ഇന്നൊരു ദിവസം സമയമുണ്ടല്ലോ, നീ ഫോൺ എന്തായാലും അജിത്തിന് കൊടുക്കാൻ പറയുവാണ് വിഷ്ണുവിനോട്. അങ്ങനെ അജിത്തിന് ഫോൺ കൊടുക്കുമ്പോൾ അജിത്ത് പറയുന്നുണ്ട്, നീ അവനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, ഞാൻ ഗൗരിനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അങ്ങ് വരാമെന്ന് പറയാനുണ്ട്. ഈ സമയത്ത് വിഷ്ണു നവീന് മെസ്സേജ് അയക്കുന്നുണ്ട്, പ്ലാൻ സക്സസ് ആയെന്നും പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറയണം കേട്ടോ. ഗൗരിയുടെ മുഖത്ത് എന്തോ വിഷമം കണ്ടു കഴിയുമ്പോൾ ശങ്കർ ചോദിക്കും, എന്ത് പറ്റി ഗൗരി, എന്നാന്ന് കുഴപ്പമെന്ന് ചോദിക്കും. പറയും, എന്തോ നെഗറ്റീവായിട്ട് ശങ്കറിന് സംഭവിക്കാൻ പോകുമെന്ന് മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞ് ഗൗരി കരയുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ശങ്കർ പറയും, എൻ്റെ കിടാവേ നീ കരയാണ്ടിന്നെ, ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് കൂട്ടാണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആദർശ് മുറി വയ്ക്കുന്നതാണ്. ആദർശിൻ്റെ മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ ആദർശ് ഉച്ചയ്ക്കത്തെ മരുന്നും കഴിച്ചിട്ടുള്ളൂ. വേണി ചോദിക്കും, ആദർശേട്ടൻ എന്തേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നേരമായല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയാണ്, ഗൗരി പറഞ്ഞത് ശരിയാണ്, മിഥുനൊരു ഫ്രോഡാന്ന് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾക്ക് എൻ്റെ വല്ല ഉൾവിളിയൊക്കെ ഉണ്ടായോ എന്ന് വേണി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയും, ഉൾവിളിയെല്ലാം ഉണ്ടായത് അന്ന് തന്നെ OPയിൽ പോസ്റ്റ് OP കൊല്ലാൻ ശ്രമിച്ചത് മിഥുനാന്ന് പറയുമ്പോൾ ഇത് കേട്ട് വേണി ഞെട്ടിപ്പോവാണ് കേട്ടോ. നിങ്ങൾ എന്തുട്ടാ ആദർശേട്ടനെ പറയുന്നത്, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പോഴേക്കും പറയുവാണ്, അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തന്നെ പോസ്റ്റ് OPയിലോട്ട് മാറ്റിയ സമയത്ത് എനിക്ക് മരുന്നിൻ്റെ ഒക്കെ ഒരു മയക്കം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചായിരുന്നു വേണി. ആ കൊല്ലാൻ ശ്രമിച്ച ആളെ മുഖം ഞാൻ കണ്ടില്ലായിരുന്നു, പക്ഷേ ദൈവം സഹായിച്ച് അയാളുടെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മുഖമൊന്നും എനിക്ക് വ്യക്തമാവുന്നില്ലായിരുന്നു, ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയും മരുന്ന് സഡേഷനും കൊണ്ടൊക്കെ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേണി ചോദിക്കുകയാണ്, ആര് എന്ന് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആദർശ് നിനക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, അത്
എനിക്ക് കണ്ടുപരിചയമുള്ള ഒരു ബ്രേസ്ലെറ്റ്, പക്ഷേ ആരുടെയാണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഞാനത് പലപ്പോഴും മിഥുൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് പോസ്റ്റ് ഓഫീസിൽ എന്നെ കാണാൻ വന്നത് മിഥുനാണെന്ന് ആ നേഴ്സ് പറഞ്ഞപ്പം എനിക്കത് ഉറപ്പായെന്ന് പറയുന്നു കേട്ടോ. ഇത് കേട്ട് വേണി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.